നമസ്കാരം, വെൽക്കം ടു ഷിംസ് ക്വിസ് വേൾഡ്. ദേശീയ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നോക്കാം. പഞ്ചതന്ത്ര കഥകൾ എഴുതിയതാര്? വിഷ്ണു ശർമ്മ. ആദ്യമായി ജ്ഞാനപീഠം പുരസ്കാരം നേടിയ വനിത? ആശാപൂർണ ദേവി. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. അക്ബർനാമയുടെ രചയിതാവ്? അബുൽ ഫൈസൽ. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി സമ്മാനിക്കപ്പെട്ട വർഷം? 1965. അരുന്ധതി റോയ്ക്ക് ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആരുടെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ? ഡോക്ടർ APJ അബ്ദുൽ കലാം. രവീന്ദ്രനാഥ ടാഗോറിന് 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി? ഗീതാഞ്ജലി. അഭിജ്ഞാന ശാകുന്തളം എന്ന പ്രശസ്ത നാടകം എഴുതിയത് ആരാണ്? കാളിദാസൻ. ദ ഗോൾഡൻ ത്രഷോൾഡ് എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? സരോജിനി നായിഡു. ആരുടെ ജന്മദിനമാണ് ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? സരോജിനി നായിഡു. ഫ്രം മിഡ്നൈറ്റ് ടു ദ മില്ലേനിയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ശശി തരൂർ. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ജവഹർലാൽ നെഹ്റു. 2003 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത ഇന്ത്യൻ നഗരം? ന്യൂഡൽഹി. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പ്രശസ്ത കൃതി? ദ ഫാൾ ഓഫ് എ സ്പാരോ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി ജവഹർലാൽ നെഹ്റു ആർക്ക് അയച്ച കത്തുകളുടെ സമാഹാരമാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യകൃതികൾക്ക് നൽകപ്പെടുന്ന പരമോന്നത പുരസ്കാരം? സരസ്വതി സമ്മാൻ. ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ്? ഇളങ്കോവടികൾ. ഇന്ത്യൻ ചാൾസ് ഡിക്കൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? മുൽക്ക് രാജ് ആനന്ദ്. ആരുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ? മഹാത്മാഗാന്ധി. ഇന്ത്യൻ നോവലിസ്റ്റായ RK നാരായണൻ്റെ പ്രശസ്തമായ ചെറുകഥാ സമാഹാരം? മാൽഗുഡി ഡേയ്സ്. സംഘകാല കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കമ്പർ. എൻ്റെ കഥ എന്ന ആത്മകഥ എഴുതിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരി? കമല സുരയ്യ. ഇന്ത്യക്ക് പുറമെ മറ്റ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചത്? ബംഗ്ലാദേശ്. ഏറെ പ്രചാരമുള്ള ഇന്ത്യൻ ബാലസാഹിത്യ മാസികയായ ടിങ്കിളിൻ്റെ പ്രസാധകർ? ഇന്ത്യ ബുക്ക് ഹൗസ്. താങ്ക് യു.